ശ്രീ സജീവൻ, ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളിപ്പോൾ എടുത്ത് പരിശോധിക്കുമ്പോൾ UDFന് വലിയ മുന്നേറ്റമുണ്ട്. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ LDFും UDFും തമ്മിലുള്ള വോട്ട് ശതമാനത്തിൻ്റെ വലിയ വിജയം LDF നേടിയ തെരഞ്ഞെടുപ്പാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ്. 3% താഴെയാണ്, 3% ഇല്ല, 3% താഴെയാണ് ഈ LDFും UDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം. അപ്പോൾ ഇത്തവണ ഈ പറയുന്ന പോലെ UDFന് ഇത്തിരി മുൻതൂക്കമുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഈ വോട്ട് ശതമാനത്തിൽ അങ്ങനെ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടാകുമെന്ന് അറിയാൻ കഴിയില്ല. നമുക്ക് ആ ശതമാന കണക്ക് പൂർണ്ണമായും ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ സൃഷ്ടിച്ച ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, ഈ പറയുന്ന SDPI അടക്കമുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് അത്തരത്തിലൊരു ഹൈന്ദവ ധ്രുവീകരണത്തിനുള്ളൊരു കാരണമായി ഈ പറയുന്ന UDFിൻ്റെ സമീപനം മാറുന്നു എന്നുള്ളതാണ്. ഈ വോട്ട് വ്യത്യാസവും വിജയവും തോൽവിയൊക്കെ ഏറെയും കുറഞ്ഞും വരും, അതൊക്കെ സ്വാഭാവികമായി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത്തരത്തിലൊരു ധ്രുവീകരണം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ പഴയതുപോലെയല്ല. ഇപ്പുറത്ത് BJP വളരെ ശക്തമായി അവർക്ക് കാലുകുത്താനുള്ള അവസരങ്ങൾ നോക്കി നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം ചില കാരണങ്ങൾ ഒരു വർഗീയ ധ്രുവീകരണത്തിന് തുടക്കമിടുന്നു എന്ന് പറയാൻ കഴിയുമോ, വിലയിരുത്താൻ കഴിയുമോ? താങ്കൾ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിനു മുമ്പേ ഉണ്ടായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളോ അല്ല. അതിന് പകരം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഈ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒന്നാമത്തേത് ഈ പറയുന്ന രൂപത്തിൽ ശബരിമല സ്വർണ്ണപ്പാളിയുടെ കൊള്ള നടന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് കോടതിയുടെ മുമ്പിലുള്ള കാര്യമാണ്, പോലീസ് അന്വേഷിക്കുന്ന കാര്യമാണ്. ബന്ധപ്പെട്ട പല ആളുകളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര പേരാണ് കുറ്റവാളികൾ എന്നൊക്കെ കണ്ടെത്തേണ്ട കാര്യമാണ്. പക്ഷെ അതിനെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റി എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് സർക്കാരിന്റെ അറിവോടെ, മുഖ്യമന്ത്രിയുടെ അറിവോടെ നടന്ന കൊള്ള എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ ശക്തമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് UDF നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് ഒരു ജനങ്ങൾക്കിടയിൽ ഈ ഹൈന്ദവ വികാരം കൂടുതലായിട്ട് ഉയർത്തുന്ന ഒന്നാണ്. കാരണം ഭക്തന്മാരെ അവഹേളിച്ചു എന്നുള്ള രീതി. ഇതിൽ UDF മാത്രമല്ല BJP, ഈ രണ്ട് മുന്നണികളും ഒരേപോലെ തന്നെ ഇതൊരു വലിയ ആയുധമാക്കിയെടുത്തു. മറ്റുള്ള കാര്യങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. എല്ലാ സ്ഥലങ്ങളിലും പ്രചരണം ഇതേ രീതിയിലാണ്. സാധാരണഗതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അപ്പൊ അവരെപ്പോഴും ചിന്തിക്കുന്ന വെച്ചാൽ ഇത് കട്ടുകൊണ്ടുപോയി, എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോടതിയുടെ നിരീക്ഷണത്തിന്റെ കീഴിലുള്ള അന്വേഷണമാണ്. അപ്പൊ അതിൽ ഒന്നും സർക്കാരിനൊന്നും എതിരായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഈ രീതിയിലുള്ള പ്രചരണം ഉണ്ടായെന്നുള്ള യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം, പരമാവധി ജമാഅത്തെ ഇസ്ലാമി പോലുള്ള SDPI പോലുള്ള സംഘടനകളുടെ അത് പരസ്യമായും രഹസ്യമായിട്ടുള്ള ബാന്ധവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ലീഗ് മാത്രമാണ് അതിനെ രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കോൺഗ്രസ്സുകാര് പ്രത്യേകിച്ച് VD സതീശനൊക്കെ പറഞ്ഞ കാര്യം അവരുമായിട്ട് ഞങ്ങൾക്ക് കൂട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് മുസ്ലിം പക്ഷത്തിന്റെ പരമാവധി വോട്ടുകൾ നേടുക. അതിന് ജമാഅത്തെ ഇസ്ലാമി മറുപുറത്ത് പോയി കഴിഞ്ഞാൽ EK വോട്ടുകൾ ഇപ്പുറത്തേക്ക് മാറാൻ സാധ്യത, അവർക്ക് UDFന് കിട്ടാൻ സാധ്യതയില്ല എന്ന് കണ്ടുകൊണ്ട് പണ്ട് കാലത്ത് ജമാഅത്തെ ഇസ്ലാമി ബന്ധം LDFന് ഉണ്ടായിരുന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി. ഈ രണ്ട് രീതിയിലുള്ള വർഗീയമായിട്ടുള്ള പ്രചരണം, അതാണ് സാധാരണഗതിയിൽ മറ്റൊരു വികസന പ്രവർത്തനമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ മികവോ ഒന്നുമല്ല പ്രചരണ രംഗത്തുണ്ടായത്. തദ്ദേശീയമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പോലും ചർച്ച ചെയ്യുന്നതിന് പകരമായിട്ട് ഏറ്റവും കൂടുതൽ വെള്ളമില്ല, പണ്ടൊക്കെ ആണെങ്കിൽ വെള്ളമില്ലാത്ത പ്രശ്നം, റോഡില്ലാത്ത പ്രശ്നം, അരിയില്ലാത്ത പ്രശ്നം, വിലക്കയറ്റം, ഇങ്ങനെയൊക്കെയാണ് പ്രതിപക്ഷം ആയുധമായിട്ട് കൊണ്ടുവരാറുള്ളത്. പക്ഷെ ഇത്തവണ അത്തരം കാര്യങ്ങൾക്ക് പകരമായിട്ട് ഈ വർഗീയ പ്രശ്നങ്ങൾ മാത്രമാണ് അവർ ആയുധമാക്കിയിട്ടുള്ളത്. രണ്ട് പക്ഷത്തിന്, ഈ ഹിന്ദു വിഭാഗത്തിന്റെയും മറിച്ചിപ്പുറത്ത് മുസ്ലിം വിഭാഗത്തിന്റെയും വോട്ടുകൾ ആ രീതിയിൽ സമാഹരിക്കാൻ വേണ്ടി, വികാരം ആളിക്കത്തിച്ച് സമാഹരിക്കാനായിട്ടുള്ള ശ്രമം നടന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. തീർച്ചയായും സജീവൻ, നമുക്കറിയാം ഇത്തരത്തിലുള്ള തുടക്കങ്ങളാണ് പലപ്പോഴും ഒരു മേഖലയാകെ വർഗീയതയുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ രാജീവ് ഗാന്ധി അയോധ്യയുമായി ബന്ധപ്പെട്ടെടുത്ത സമീപനം തൊട്ട് ഇപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ അവിടെ ഒരു രാമക്ഷേത്രം പണിയാൻ സർക്കാർ പണം മുടക്കുകയാണ്.
ഇപ്പുറത്ത് TMCയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു MLA അവിടെ ബാബറി മസ്ജിദ് പണിയാൻ വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യരെ അണിനിരത്തുകയാണ്. എങ്ങനെയാണ് ഒരു നാട് വർഗീയതയിലേക്ക് മാറുന്നത് എന്നുള്ളത് നമ്മുടെ കൺമുന്നിൽ കാണുമ്പോഴാണ് UDF ഇത്തരത്തിൽ വർഗീയമായ പ്രചരണങ്ങളും വർഗീയമായ നിലപാടുകളും മാത്രം സ്വീകരിച്ചുകൊണ്ട് ഈ നാടിനെ നയിക്കാനായി മുന്നോട്ട് വരുന്നത്. ഇവരുടെ നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമ്മുടെ സംവിധാനങ്ങൾ വർഗീയവൽക്കരിക്കപ്പെടും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ തോതിൽ ആശങ്കയുണ്ട്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ ഈ പറയുന്ന SDPIയും വെൽഫെയർ പാർട്ടിയും അടക്കം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടെ വലിയ തോതിൽ ജനങ്ങൾ BJPക്ക് പിന്നിൽ അണിനിരക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ അകത്ത് വലിയ ഒരു വിഭാഗം കോൺഗ്രസിൻ്റെ തന്നെ അണികളാണ് ഈ BJPക്ക് വോട്ട് ചെയ്യുന്നത്. കൊല്ലത്ത് പരവൂർ പഞ്ചായത്തിൽ അവിടെ CPIMൻ്റെ നേതാവായിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. സേതുമാധവനെ BJP സ്ഥാനാർത്ഥി തോൽപ്പിക്കുമ്പോൾ ആ വാർഡിൽ UDFന് ആകെ കിട്ടുന്ന കോൺഗ്രസിന് കിട്ടിയ വോട്ട് 20 വോട്ടാണ് ശ്രീ സജീവൻ. ഈ രീതിയിൽ രണ്ട് വർഗീയതയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവർ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ വലിയ ഒരു തീക്കുണ്ടത്തിലേക്കാണ് നടന്നെടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിയുന്നില്ല. ഇവരിപ്പോഴും ആ ഒരു അധികാരം എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പശ്ചിമ ബംഗാൾ പോലെയുമല്ല കേരളം പോലൊരു കുഞ്ഞു സംസ്ഥാനവും അതിനകത്തെ സാമുദായികമായ ഒരു ഇക്വേഷനും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ശ്രീ സജീവൻ, നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയാകുമ്പോൾ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവും അന്ധമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമാണ് ഉണ്ടാവുക. താങ്കൾ പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ നേട്ടം കൊയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് പറയാവുന്ന തിരുവനന്തപുരം. ഈ പ്രചരണത്തിനിടയിൽ വർഗീയമായിട്ടുള്ള പ്രചരണം ഉണ്ടാകുമ്പോൾ അതിൽ നല്ലൊരു ശതമാനം നേട്ടം കൊയ്യുന്ന കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടത്താതെ BJP ആണ്. അപ്പം BJPക്ക് എന്തുകൊണ്ടാണ് BJP ഈ തിരുവനന്തപുരം ഭാഗത്ത് ഇത്രയും ശക്തമായ, തിരുവനന്തപുരത്ത് മാത്രമല്ല ഒരു ഇതെല്ലാ സ്ഥലങ്ങളിലും BJP അവർ പതുങ്ങി നിന്നുകൊണ്ട് പരമാവധി വോട്ടുകൾ അവർക്ക് നേടിയെടുക്കാൻ പറ്റി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വർഗീയ പ്രചരണം തന്നെയാണ്. അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണഫലം അവർക്ക് ഒരു നല്ലൊരു ശതമാനം കിട്ടും. അവർ തന്നെ പറയുന്നതനുസരിച്ച് UDFന് ഇപ്പോൾ കിട്ടുന്ന ഈ നേട്ടം എന്ന് പറയുന്നത് അത് താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ച അങ്ങനെയാണ്. UDFന് ഇപ്പോൾ കുറച്ച് നേട്ടം ഉണ്ടായിട്ടുണ്ട്, അത് താൽക്കാലിക പ്രതിഭാസമാണ്. ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് മൊത്തമായിട്ട് പിടിച്ചടക്കാൻ പോവുകയാണ്. അപ്പം അവർക്ക് BJPക്ക് വർഗീയമായിട്ട് വളരാനുള്ള എല്ലാ വളവും ഉണ്ടാകുമ്പോൾ അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് ജയിക്കാൻ പറ്റിയില്ല, എല്ലാ സ്ഥലത്തും ഭരണം കിട്ടിയില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അലട്ടുന്ന പ്രശ്നമല്ല. അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് വളരാനുള്ള വളക്കൂറ് വളരെ കൃത്യമായിട്ട് ഇവിടെ ഒരുക്കപ്പെട്ടു എന്നുള്ളതാണ്. അവർ തന്നെ പറയുന്ന പോലെ ഇപ്പോഴുള്ളത് UDFന്റെ ഈ വിജയം എന്ന് പറയുന്നത് താൽക്കാലിക പ്രതിഭാസമാണ്. ഇനി അങ്ങോട്ടേക്ക് ഈ വളക്കൂർ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഗംഭീരമായിട്ട് വളരാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ പോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ ഇനി കുറച്ചുകൂടി വർഗീയമായിട്ടുള്ള തീവ്രമായിട്ട് നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ഹിന്ദു മനസ്സുള്ള ആളുകളിലേക്ക് കുറെ കൂടി എളുപ്പത്തിൽ എത്തിക്കാൻ അവർക്ക് പറ്റും. ഇപ്പൊ ഏതാണ്ട് ആ രൂപത്തിലേക്ക് നിറത്തിന്റെ വ്യത്യാസം കാവ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനെ പൂർണ്ണമായിട്ടും കാവ്യയാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ് ഇനി. നന്ദി സജീവൻ പ്രതികരിച്ചത്.